ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. എൻ്റെ പേര് ദീപ. എൻ്റെ വീട് പട്ടത്തു നിന്നാണ്. ഞാനിവിടെ കൃപാസന മാതാവിന്, ഇതെൻ്റെ മകൻ അഭയ്. ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഈ ആൾത്താരിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുവദിച്ചതിന് എൻ്റെ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ട് വർഷങ്ങളായി. എനിക്ക് ഒരു വെട്ടുകാട് പള്ളിയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരാൾ പത്രം തന്നു. പക്ഷേ അന്ന് എനിക്ക് ഇതെവിടെയാണെന്ന്, എന്താണ്, നമുക്കിവിടെ വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ഞാൻ ഈ പത്രം സൂക്ഷിച്ച് അലമാരയ്ക്കകത്ത് വെച്ചിരുന്നു. 2024 ഡിസംബർ 28 എനിക്ക് എൻ്റെ മോനെ കൊണ്ട് അവനെ കുറച്ച് അസ്വസ്ഥതകളുണ്ടായപ്പം എനിക്ക് ഇവിടെ വരണമെന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ സാക്ഷ്യം കണ്ടാണ് ട്രിവാൻഡ്രം വെട്ടുകാട്ട് പള്ളിയിൽ വെച്ച് എനിക്കൊരാൾ പത്രം തരികയും അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞതും. പക്ഷേ അന്ന് എനിക്ക് അമ്മയെക്കുറിച്ചുള്ള മഹത്വമൊന്നും എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. 2024 ഡിസംബർ 24 ഞാൻ ഇവിടെ വരികയും അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ 6 നിയോഗം വെച്ചതിൽ ആദ്യത്തെ നിയോഗം എൻ്റെ മോന് പഠിക്കാൻ പോകാനും അവനൊരു ജോലിയുടേതായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കി രണ്ടാമത് ഉടമ്പടി പുതുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മോന് ISRL അപ്രൻറ്റീസിന് പേപ്പർ വരികയും അവിടെ നിന്ന് വിളിക്കുകയും അങ്ങനെ 1 വർഷം അവൻ പോവുകയും ചെയ്തു. പിന്നീട് അവനെ അവിടെ നിന്ന് തന്നെ സ്ഥിരം ടെസ്റ്റ് എഴുതി കയറണമെന്ന് പറഞ്ഞ് PSC കോച്ചിങ്ങിന് പോവുകയും ഇപ്പോൾ ഒരു 45 ദിവസത്തെ വിശാഖപട്ടണത്തിൽ കോഴ്സ് വരികയും സമയചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് 45 ദിവസം കൊണ്ട് ഒരു കോഴ്സ് പഠിക്കാനും എൻ്റെ മോൻ അവിടെ പോയി പഠിച്ച് പൂർത്തിയാക്കുകയും സർട്ടിഫിക്കറ്റോടെ തിരിച്ചു വരികയും കമ്പനി തന്നെ പ്ലേസ്മെൻറ്റ് കൊടുത്ത് അവനെ ഖത്തറിൽ കൊണ്ടുപോവുകയും ഈ മാസം 27 എൻ്റെ മോൻ ഖത്തറിലോട്ട് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ സമയത്ത് അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും തൈലവും കൊടുത്ത് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോന് മെഡിക്കൽ ഓക്കെ ആയി. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാതെ തന്നെ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ആശുപത്രിയിൽ കൊണ്ട് രോഗികൾക്ക് കൊടുത്ത് കാര്യം അമ്മയും തിരുക്കുമാരനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഞാൻ പറയും, വിശക്കുമ്പോൾ ആഹാരം കഴിച്ചാൽ വയറ് വെക്കും, അതുപോലെ അമ്മയെ വിളിച്ചാൽ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത്, വിളിച്ചുകൊണ്ടേ ഇരിക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്നായാലും ഉത്തരം തരും. ഞാൻ ഒരുപാട് കഷ്ടതയിൽ കൂടി കടന്നു വന്നതാണ്, ഒരുപാട് സഫർ ചെയ്താണ്. എൻ്റെ 2 മക്കൾ ഇരട്ടയാണ്, ഇത് ഇളയ മകനാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7 ആ 7ൻ്റെ പ്രത്യേകത വെച്ച് ഈ മാസം 27 ജൂൺ 27 എൻ്റെ മോന് പോകാനായിട്ട് പറ്റി. അത് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് എനിക്ക്. എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. അന്ന് ഞാൻ എൻ്റെ മോന് ഒന്നും ആയില്ലല്ലോ, അമ്മ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഞാൻ അകത്തോട്ട് ഇങ്ങനെ ഫോൺ എടുക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചത് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം. പെട്ടെന്ന് ഞാൻ വെച്ചാൽ ഇവിടെ ആരും പൂ കൊണ്ടുവച്ചില്ലല്ലോ. അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടുകയും എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കുകയുടെ ആ മുറിക്കകത്ത് സിസ്റ്റർ സിൽവർ ഗ്രേയിലും ഇങ്ങനെ വസ്ത്രം അണിഞ്ഞ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണതിനും കണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നും വീഴെ എടുക്കുകയും ചെയ്യും. ഇതുവരെ എൻ്റെ ഭർത്താവിന് പൊട്ടലോ ഒരു ഒടിവോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ അമ്മ എന്നെ കാത്തു രക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും നല്ല ഒരു ഭാവി കൊടുക്കണം. എൻ്റെ അമ്മേനെ എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മയെപ്പനെ എൻ്റെ 2 മക്കളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കുടുംബം മുഴുവനും എനിക്ക് ഇനിയും കൂടുതൽ അമ്മയെക്കുറിച്ച് അറിയാനും മരണം വരെ എനിക്ക് അമ്മയുടെ സാക്ഷിയായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ എൻ്റെ മക്കളും മരണം വരെ ആ അമ്മയുടെ സ്നേഹത്തിനും തിരുക്കുമാരൻ്റെ സ്നേഹത്തിലും അവർ വളരാനും വിശ്വാസത്തോടെ വളരാനും അവർ നല്ല സ്വഭാവത്തോടെ വളരാനും വിശുദ്ധിയോടെ വളരാനും അവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഉയർച്ചകളുണ്ട്, ഇനി ഒരുപാട് കടമ്പകൾ കിടക്കുന്നുണ്ട്. ആ കടമ്പകളെല്ലാം എൻ്റെ അമ്മയും അപ്പനും എൻ്റെ മക്കളെ താങ്ങണം. അതുപോലെ തന്നെ ഞാൻ 20 വർഷമായിട്ട് ഞാൻ അപ്പനെ വിശ്വസിച്ച് ജീവിക്കുന്നൊരു മോളാണ്. എൻ്റെ മക്കൾക്ക് 2 പേർക്കും എനിക്കറിയാം. സ്വപ്നത്തിലെ ഞാൻ ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ കാര്യം പറയുകയും ഒരു അച്ഛൻ വന്നിട്ട് ഒരു മോനെ വന്നിട്ട് അച്ഛൻ്റെ മോനെ വിദേശത്ത് പോകണം അനുഗ്രഹിക്കണമെന്ന് പറയുകയും അങ്ങനെ ഞാൻ കാണുകയുണ്ടായി. എൻ്റെ മോൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് വീണ്ടും ഞാൻ അച്ഛൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടു. അതെനിക്ക് അമ്മ തന്ന ഒരു അടയാളമാണ്. പിന്നെ ഞാൻ അമ്മേനെ 1-2 പ്രാവശ്യം അമ്മയുടെ ഈ രൂപമല്ലാത്ത രൂപത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എല്ലാം തന്ന ദൈവത്തിന് നന്ദി. ഇനി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്ര ഹോസ്പിറ്റലിൽ രോഗികൾക്ക് കൊണ്ട് ഞാൻ തൈലം കൊണ്ടുപോയി അവർക്ക് തേച്ച് അവർ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ട് പാലിയേറ്റീവിൽ പോയിട്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ വയ്ക്കുന്ന ആഹാരം 1 പൊതി അല്ലെങ്കിൽ 2 പൊതി ചോറ് ഭിക്ഷക്കാരിരിക്കുന്ന സ്ഥലത്ത് നോക്കി ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ 6 മാസമായി ഒരു കൂട്ടായ്മയിൽ പോയി അവർ 4 സ്ഥലത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവരെ കൂടെ ചേർന്ന് ഞാനും അതിൽ പങ്കെടുക്കാറുണ്ട്. ഇന്നലെ ആയിരുന്നു ആ ഫുഡ് കൊടുത്തത്, അവരെ കൂടെ പോയി പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായി. പിന്നെ ഞാൻ പല പ്രാവശ്യവും ഒരുപാട് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓഫർ ലെറ്റർ വന്നെന്നും ഇങ്ങനെ പോകുന്നെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, എൻ്റെ മക്കൾക്ക് ഇതേപോലെ പോകാൻ പറ്റുമോ അമ്മയെ, എനിക്ക് എപ്പോഴും
പാസ്പോർട്ട് എടുക്കണോ എന്നൊരു വിചാരം മനസ്സിലുണ്ട്. പക്ഷേ പെട്ടെന്ന് ഈ 45 ദിവസത്തെ കോഴ്സ് വിശാഖപട്ടണത്ത് വരികയും അവർ പറഞ്ഞ് പാസ്പോർട്ടുണ്ട് പെട്ടെന്ന് എടുക്കണമെന്ന് പറയുകയും പിറ്റേന്ന് പോയി എടുക്കുകയും അങ്ങനെ പാസ്പോർട്ട് ശരിയായി. എല്ലാം എൻ്റെ അമ്മ എനിക്ക് ഇപ്പോഴും എനിക്കത് ഓർമ്മിക്കാൻ വയ്യ. എൻ്റെ മക്കൾ വിദേശത്ത് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പോണത് വരെ എൻ്റെ അമ്മ എൻ്റെ മക്കളെ കൂടെ പോകണം. എനിക്ക് എറണാകുളത്ത് വെച്ച ഫ്ലൈറ്റിൽ കൂടെ പോകാൻ എനിക്ക് പറ്റൂല. എൻ്റെ അമ്മയും അപ്പനെയും ഏൽപ്പിച്ച് ഇവിടെയാണ്. അതുപോലെ തന്നെ 2 വർഷം അവരവിടെ നിന്നാലും മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കുകയും എല്ലാത്തിനും നന്ദി പറയുന്നു. എൻ്റെ പേര് അഭയ്. ഞാൻ ആദ്യമായിട്ട് 2024 ജൂൺ 9-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. എനിക്ക് ആദ്യം തന്നെ ഒരു ഈശ്വര വിശ്വാസിയല്ലായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവരിക, അതിനുശേഷമുള്ള മാറ്റങ്ങളാണ് എനിക്ക് കണ്ടുവന്നതും. ഇവിടെ വന്നതിന് ശേഷമുള്ള പ്രാർത്ഥനയും, അതിനുശേഷം എനിക്ക് ISRൽ ജോലി ആവശ്യത്തിനായി കിട്ടി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നാൾ ജോലിയില്ലാതെ ഒരവസരം കിട്ടായിരുന്നപ്പോഴാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അതിന് മുന്നാടി എനിക്ക് ആന്ധ്രയിൽ പഠിക്കുന്ന കോഴ്സിനായി ഒരവസരം കിട്ടുകയും അവിടെ നിന്നൊരു പഠിച്ചിറങ്ങി അവിടെ നിന്ന് തന്നെ ഒരു മെഡിക്കലും പാസ് എനിക്ക് ഈ മാസം 27-ാം തീയതി ഖത്തറിലോട്ട് പോകാൻ ഒരു അവസരം കിട്ടിയായിരുന്നു. എല്ലാത്തിനും ഇവിടുത്തെ ഒരു അമ്മയുടെ ഒരു പ്രസൻസ് ആയിരുന്നു എനിക്ക്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വചനമാണ്. വിളിക്കുന്നവരോട് ഉത്തരം പറയുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവമാണ് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലത്ത് വരുമ്പോൾ നമുക്കും അനുഭവപ്പെടുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം മരുളുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രതിസന്ധികൾ എന്തു തന്നെയായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. മെഡിക്കലിന് പോയപ്പോൾ തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പുമൊക്കെ ആയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പോകുമ്പോഴെല്ലാം ആ അമ്മ കൈവിടാതെ കൈപിടിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അമ്മ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ ആ അമ്മയുടെ വചനം ശ്രവിച്ച് നമ്മളും ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സഹിക്കുവാനുള്ള ശക്തിയും ദൈവ സാന്നിധ്യവും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ അമ്മയുടെ വാത്സല്യവും കരുതലും സംരക്ഷണവുമൊക്കെ നമുക്കും അനുഭവിക്കാൻ സാധിക്കും. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. എന്താവശ്യമായാലും നമ്മുടെ കൂടെയുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ കൂട്ടുനിന്ന ആ അമ്മ ഇന്ന് നമ്മുടെ കൂടെ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിൽക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. ദൈവത്തെ വിളിക്കുന്നവരെ ദൈവം കേൾക്കും. കൃപാസനം മരിയൻ ഉടമ്പടി വഴി ആ വിശ്വാസത്തെ നാം ശക്തമാക്കുകയാണ്. ഒരു ആത്മീയ യാത്രയാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സഹായവും രക്ഷയും സംരക്ഷണവും നമ്മൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദീപയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് പ്രത്യേകിച്ചും സുഗന്ധാഭിഷേകവും അമ്മയുടെ സാന്നിധ്യവും സ്വപ്നത്തിൽ കൂടെ അമ്മയുടെ പ്രസൻസും മകൻ കിട്ടിയ ഈ ജോലിക്കുമെല്ലാം നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.